ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ വീഡിയോ റെഡി ആയിരിക്കുകയാണ്. അങ്ങനെ ഉദയൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചു പോയി. അപ്പോൾ മറ്റേ ഒരാളും കൂടെ വീട്ടിലുണ്ടായിരുന്നു. അത് ഭയങ്കര വിളിയായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കൊടുത്ത് ഞാൻ അവിടെ സമയം സ്പെൻഡ് ചെയ്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഉദയൻ്റെ ഫാദറും കൂടെ ആ ബലി കൊടുത്ത ആടിനെയും കൊണ്ട് അവിടെ വന്നു. അത് കഴിഞ്ഞ് ഇതിനെ വെട്ടുന്ന ആൾ, അതായത് ഇറച്ചി വെട്ടുന്ന ആൾ അവിടെ വന്നിരുന്നു. പുള്ളിക്കാരൻ ഭയങ്കര സ്പീഡായിരുന്നു കേട്ടോ. ചോദിച്ചപ്പോൾ പറഞ്ഞത് പുള്ളിക്കാരൻ ഇത് മൂന്നാമത്തെ ആടെന്നാണ്. തൊലിയൊക്കെ ഉരിക്കുന്നത് കാണണം, ഭയങ്കര സ്പീഡായിരുന്നു. ഇനി ഇത് കഴിഞ്ഞ് 2 ആടും കൂടെ ഉണ്ട്. പക്ഷേ ഈ ആട് വെട്ടി ഇതിൻ്റെ ഇറച്ചി വെളിയിൽ വിൽക്കുകയൊന്നും ചെയ്യത്തില്ല അവർ. കാരണം അവരെ കുലദേവതയ്ക്ക് കൊടുത്ത ആടിനെ അവർ വിൽക്കാനൊന്നും പാടില്ല എന്നാണ് അവർ പറയുന്നത്. ഇന്നത്തെ ദിവസം ഇവർക്ക് നല്ല കോളാണ്. ഇത് കഴിഞ്ഞ് ഇനി 2 ആടും കൂടെ ഉണ്ടെന്നാണ്. അതുകൊണ്ട് പുള്ളിക്കാരൻ നല്ല സ്പീഡാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇവരൊരു ആടിനെ വെട്ടിക്കൊടുക്കുന്നതിന് 800 രൂപയാണ് ഫീസ് വാങ്ങിക്കുന്നത്. അതുകൊണ്ട് എത്രത്തോളം ആട് കിട്ടുമോ അത്രത്തോളം അവർക്ക് കാശ് കിട്ടും. അതുകൊണ്ട് നല്ല സ്പീഡാണ് നിൽക്കുന്നു. അതുപോലെ ഇറച്ചി വെട്ടുന്നു അതുപോലെയാണ്, പെട്ടെന്നാണ് വെട്ടിത്തുന്നത്. ഏതാണ്ട് ഒരു അരമണിക്കൂർ കൊണ്ട് മൊത്തം വെട്ടി പീസാക്കി പുള്ളിക്കാരൻ പോവുകയും ചെയ്തു. പോയ സമയത്ത് ആടിൻ്റെ തോലും കൂടി എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് ഞാൻ ഉദയൻ്റെ അടുത്ത് ചോദിച്ചു, ഉദയ ഇത്രയും ഇറച്ചി പിന്നെ എന്ത് ചെയ്യും? അപ്പോഴാണ് പറഞ്ഞത്, ഇതുപോലെ നൂലിൽ കോർത്ത് ഉപ്പ് പുരട്ടി വെയിലത്തിട്ട് ഉണക്കും. പിന്നീട് ആവശ്യാനുസരിച്ച് കുറച്ച് എടുക്കും. കറി വയ്ക്കാനുള്ള കുറേ ഇറച്ചി മാറ്റി വയ്ക്കുകയും ചെയ്തു. അതിനുശേഷമുള്ള ഇറച്ചിയാണ് ഇതുപോലെ കോർത്ത് എടുത്തത്. അതിനുശേഷം ഉപ്പ് പുരട്ടി വെയിലത്ത് ഉണങ്ങാൻ വെക്കുകയും ചെയ്തു. ഇത് 2 ദിവസം കഴിഞ്ഞ് ഞാൻ എടുത്ത വീഡിയോ ആണ്. ഇത് ആടിൻ്റെ കൊഴുപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇത് നേരത്തെ നമ്മൾ കണ്ടതുപോലെ സൂചി കൊരുത്തില്ലേ, അതാണ് ഉപ്പ് പുരട്ടിയതാണ്. ഉപ്പ് പുരട്ടി 2 ദിവസം വെയിലത്ത് വെച്ചപ്പോൾ തന്നെ ഇത് നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. കാര്യം അവിടെ ഭയങ്കര ചൂടാണ്. ചൂടിൻ്റെ ഇതുകൊണ്ടാണ് പെട്ടെന്ന് ഉണങ്ങിയത്. ഇത് എന്നും രാവിലെ ഉണങ്ങാൻ കെട്ടുന്നത് ഞാനും ഉദയനുമാണ്. കാര്യം ഇത് കെട്ടുമ്പോൾ 2 പേര് വേണം. ഒരു സൈഡിൽ ഒരാൾ പിടിക്കാനും ഒരു സൈഡിൽ കെട്ടാനും. അങ്ങനെ ഇത് 2ാമത്തെ ദിവസവും നമ്മൾ കെട്ടിയ സമയത്താണ് ഞാൻ ഈ വീഡിയോ പിടിച്ചത്. കാര്യം 1ാമത്തെ ദിവസം വീഡിയോ പിടിച്ചപ്പോൾ അത് അത്ര ഉണങ്ങിയിട്ടില്ലായിരുന്നു. പക്ഷേ 2ാമത്തെ ദിവസം ആയപ്പോൾ നല്ലതുപോലെ ഉണങ്ങി. ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പാത്രത്തിൽ മാറ്റി വെച്ചാൽ എത്ര നാൾ കഴിഞ്ഞാലും ഒരു കേടും വരില്ല. അങ്ങനെ അത് മാറ്റി വെച്ച് നമ്മൾ അടുത്ത പരിപാടിയിലോട്ട് കിടക്കുകയാണ്. അടുത്ത പരിപാടി എന്ന് പറയുന്നത്, ഇത് ഇറച്ചി വെട്ടാൻ വന്ന ആളിന് കുപ്പി എടുത്തു കൊടുക്കണ ഒരു പരിപാടിയും കൂടെ ഉണ്ട്. ഇത് വെട്ടിക്കഴിയുമ്പം ആ പുള്ളിക്കാരന് കുപ്പി എടുത്തു കൊടുക്കണം. അങ്ങനെ കുപ്പി എടുക്കാനായി നമ്മൾ കുപ്പി ഷോപ്പിലോട്ട് പോവുകയാണ്. ഇതാണ് അവിടുത്തെ കുപ്പി ഷോപ്പ്. ഇതാ ചെറിയൊരു ഷെഡാണ്. ഇടത് സൈഡിൽ നിന്ന് കുപ്പി വാങ്ങിച്ച് അവിടെ ഇരുന്ന് തന്നെ കഴിക്കാമെന്നുള്ളതേ ഉള്ളൂ. ഇവിടെ നിന്ന് കുപ്പി വാങ്ങിക്കുന്നു, വലത് സൈഡിലിരിക്കുന്ന അവിടെ കസേരയെല്ലാം ഉണ്ട്, അവിടെ ഇരുന്ന് കഴിക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ ബില്ലടിക്കുന്നതും തരുന്നതും എല്ലാം ഒരൊറ്റ ആളാണ്. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്കാണ് ഇതാ ഈ ഒരു വണ്ടി കണ്ടത്. ഇത് ഫ്രണ്ടിലത്തെ പല്ല് വഴി ഈ ചുള്ളിക്കമ്പ് ഈ ബോക്സ് വഴി അകത്ത് കയറി ബാക്കിലത്തെ ഈ പെട്ടിയുണ്ടോ, ഈ പെട്ടിയിൽ തടി മൊത്തം അരഞ്ഞ് പൊടിയാവുന്നതാണ്. ഇതിൻ്റെ അടുത്തോട്ട് പോയി നിൽക്കാനൊന്നും പറ്റത്തില്ല. കാര്യം കണ്ണിലോട്ട് പൊടിയൊക്കെ തെറിക്കും. അതുകൊണ്ട് ഞാൻ ദൂരെ നിന്നാണ് ഇത് കണ്ടത്. വീഡിയോയുടെ ബാക്കി ഭാഗം 4ാം പാർട്ടിലുണ്ടായിരിക്കുന്നത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.